സ്ഥിരീകരിച്ച കറക്റ്റാണ്. പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തിക, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയാണ്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 28/4/2026 മുതൽ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശമ്പളം 27,900 മുതൽ 63,700 വരെ ആയിരുന്നില്ല. അതിൻ്റെ കാറ്റഗറി നമ്പർ 472/2024 നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പോസ്റ്റ് ഒന്നുകൂടി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയാണ്. കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്നത് 472/2024 അപ്പോൾ രണ്ടും വെച്ച് നോക്കാൻ പറ്റും ആർക്കൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ നമുക്ക് നോക്കാം, എത്രയൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ OMR ടെസ്റ്റ് നടന്നിട്ടുള്ളത് 15/7/2025 OMR ടെസ്റ്റ് നടന്നത് 15/7/2025 നടന്നിട്ടുള്ള ടെസ്റ്റാണ്. പിന്നീട് ഫിസിക്കൽ നടന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റുമൊക്കെ നടന്നതിന് ശേഷമാണ് അവരുടെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലസ് 27 മാസം നടന്നു. അതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് നടന്നു, അല്ലെ, ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടല്ലോ, ഫയർ ആൻഡ് റെസ്ക്യൂ അല്ലേ. അതിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാണ്, എന്നിട്ടാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ളത്, അല്ലേ. അപ്പോൾ ഇനി നോക്കാം. മാർക്ക് 28/4 ഇന്ന് മുതൽ പ്രാബല്യത്തിലാണ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് മാർക്കുകൾ 77 മെയിൻ ലിസ്റ്റിൽ വരുന്നത് 77 + 30 അവരുടെ പ്രാക്ടീസിൻ്റെ ഡ്രൈവിംഗ് പ്ലസ് എഫിഷ്യൻസി ഫിസിക്കലും ഒക്കെ അടങ്ങി 30 മാർക്ക്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ലിസ്റ്റുകൾ നോക്കാം. നിങ്ങളുടെയൊക്കെ പേര് ഇതിനകത്തുണ്ടോ എന്നത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയാണ്. അതിനകത്ത് വരുന്നതിനകത്ത് അവരുടെ എഫിഷ്യൻസി നോക്കുന്നുണ്ടല്ലേ, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 344/2026 ROQ എന്നാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്പർ. നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ കിട്ടുകയും ചെയ്യും. ഇതിൽ ആവശ്യമുള്ളവർ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് പോസ് ചെയ്ത് വേണമെങ്കിൽ നോക്കാൻ പറ്റുന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് 75, 74 പ്ലസ് അതിൻ്റെ എഫിഷ്യൻസിയാണ് 20 കാണിക്കുന്നില്ലേ. ജനറൽ കാറ്റഗറിയാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി അടുത്ത വരുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി റിസർവേഷൻ കാറ്റഗറി റിസർവേഷൻസ് ഉള്ളവരുടെ കാണിക്കുന്നുണ്ട്. ഇവിടെ 71 മാർക്കും 66, 69 മാർക്കും ഒക്കെ ഉണ്ട്, അല്ലേ. പ്ലസ് അവരുടെ ഫിസിക്കലും കൂടി കൂട്ടിയാണ് മാർക്ക് ഇടുക. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ അത്രയും എത്തണമെങ്കിൽ 74, 64, 69 എബോവ് 69 മാർക്കിന് എബോവ് വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ ഞാൻ പറയാം. ലാസ്റ്റ് ലൈനിൽ കാണിച്ചു തരാം. വലിയ പോട്ടെ, നിങ്ങൾക്കുണ്ടെങ്കിൽ നോക്കാം. അഖിൽ, മജീദ്, അരുൺ നായർ. നെക്സ്റ്റ് വരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏകദേശം ഒരു 60 മാർക്കോടെ വെച്ചിട്ട് ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈഴവയ്ക്കകത്ത് വരുന്നില്ല. അതിലും 1, 2, 4, 5 പേരെ വരുന്നുള്ളൂ. ഓക്കെ, 5 പേരെ വരുന്നുള്ളൂ. ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ അവിടെ ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള 60 മാർക്ക് മുതലുള്ളവരാണ് താഴേക്ക് വന്നേക്കുന്നത്. ഓക്കെ, 58 മാർക്ക് SC ലിസ്റ്റിൽ, SC ഷെഡ്യൂൾഡ് കാസ്റ്റ് ലിസ്റ്റിലുണ്ട്. ട്രൈബിൽ 50, 35 മാർക്കും ഉള്ളവരുണ്ട്. ട്രൈബിൽ ST ആണത്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ 58, 56, 55 മാർക്ക് പ്ലസ് എഫിഷ്യൻസി മീൻസ് 10. നെക്സ്റ്റ് മുസ്ലിം കാറ്റഗറി വരുന്നത് അത്രയാണ് മാർക്ക്. ലാറ്റിൻ കാത്തലിക്സ് 57 മാർക്ക് തന്നെ. OBC 59. വിശ്വകർമ്മ അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി എന്നൊരു സംഭവമുണ്ട്. ഹിന്ദുവാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സെക്ഷനുള്ളത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ളത്, അല്ലേ. EWS എന്നൊരു സെക്ഷനുണ്ട്. ഇപ്പോൾ എല്ലാം ഉണ്ട്. നമ്മുടെ കോളേജ് നിയമനങ്ങൾക്കൊക്കെ EWS സെക്ഷനുണ്ട്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അതും കൂടി അറിയാം. EWS സെക്ഷൻ വെച്ചിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ EWS സെക്ഷനിൽ തന്നെ SC ST EWS ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, EWS സെക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളവർക്കത് കിട്ടും. 59 മാർക്കിൽ, മറ്റേത് 70 മാർക്ക് വരുമ്പോൾ 59 കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നമുക്കവിടെ കയറി പറ്റാം. പ്ലസ് എഫിഷ്യൻസി വേണം. 59 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ കയറാൻ പറ്റും. അതാണ്.
അപ്പോൾ ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ആകെ നിയമനം നമുക്ക് നോക്കാം. റാങ്ക് ലിസ്റ്റ് വരുന്നത് ആകെ നിയമനം എത്ര 255 ആകെ 255 പേർ ആകെ റാങ്ക് ലിസ്റ്റിലുള്ളത്. അതിൽ മെയിൻ ലിസ്റ്റിലാണ് 216. അവിടെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. അതായത് ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നവർ പോലും അല്ലേ, അതായത് SC ലിസ്റ്റിലായാലും ഈഴവ ലിസ്റ്റിലായാലും ST വരുന്നവർ പോലും മാർക്കുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ട്, ആ മെയിൻ ലിസ്റ്റിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നീട് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ ലോ ആണ് 59 അവിടെ തുടങ്ങുന്നത്. ബാക്കി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 39 പേര് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 255 പേരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ തസ്തികയിലേക്ക് വന്നിട്ടുള്ള ജോലി കിട്ടുന്ന ആൾക്കാർ അല്ലേ. അപ്പോൾ ഇതിനകത്ത് വിത്ത് എഫക്റ്റ്, അതായത് 28/4/2026 മുതൽ ഈ ലിസ്റ്റ് പ്രാബല്യത്തിലുണ്ട്. നിയമനം നടക്കാം. ഓക്കെ, താങ്ക് യു. നോക്കുക സാധ്യത. താങ്ക് യു.